ട്രിഗർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈ ബൂട്ട് ആയിരിക്കുകയാണ്. തെർമലിൽ ഒരു സൈഡ് പൾസ് ചെയ്യുന്നുണ്ട്. നമുക്ക് താഴെ പോയിന്റ് ചെറിയ ഡോട്ട് ഉണ്ട് ഡിസ്പ്ലേയിൽ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്ന iPhone 14 Pro ആണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്നാണ്, കൊറിയർ ഒന്നുമല്ല. ആൾ പറഞ്ഞ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ജസ്റ്റ് ഒന്ന് താഴെ പോയതാണ്. താഴെ പോയതിനു ശേഷം ബാക്ക് ഗ്ലാസ് ഫുള്ളും ക്രാക്കായി. എന്തോ ഭാഗത്തിന് ഡിസ്പ്ലേക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിന് ബാറ്ററി ബൾജാണ്. ഇപ്പൊ നിലവിൽ ഡിവൈസ് ഡെഡ് കണ്ടീഷൻ തന്നെ നിൽക്കുകയാണ്. എന്താ കംപ്ലൈന്റ് എന്നുള്ളത് നമുക്ക് ഡിവൈസ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തതിനു ശേഷം കണ്ടുപിടിക്കാം. ആദ്യം തന്നെ ഡിവൈസ് ഇതുപോലത്തെ ഒരു ആംബർ മീറ്റർ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലൈന്റ് മനസ്സിലാക്കാൻ പറ്റും. ആംബർ ഒന്നും എടുക്കുന്നില്ല, 0 ആണ്. നമുക്ക് എന്തായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലത്തെ ഒരു സെപ്പറേറ്റർ വെച്ചിട്ട് ഡിസ്പ്ലേ നേരെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് സെപ്പറേറ്റർ നമ്മൾ ഓവറായിട്ട് പ്രഷർ കൊടുത്ത് ടൈറ്റ് ചെയ്ത് ഒരു മീഡിയം രീതിയിൽ ടൈറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ചെറിയ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ചെറിയ രീതിയിൽ ഗ്യാപ്പ് വരുന്നത് കാണാൻ പറ്റും. നമുക്ക് നേരെ ഡിസ്പ്ലേ സിമ്പിളായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഒരു സെപ്പറേറ്റർ യൂസ് ചെയ്ത് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ നേരെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അതിന് തന്നെ ഡിസ്പ്ലേക്ക് അത് വരുന്ന ഷീൽഡ് സ്ക്രൂ ഉണ്ട്. അത് ഒരൊറ്റ ഷീൽഡാണ്. 14 Pro ആയതുകൊണ്ട് സെപ്പറേറ്റ് ഷീൽഡല്ല. അതിലൊരു സ്ക്രൂ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ റിമൂവ് ചെയ്യണം. ഒരു സ്ക്രൂ ഒരളവാണ്, കറക്റ്റ് ഓർഡർ ചെയ്യുക. അതിനുശേഷം ഡിസ്പ്ലേ സ്റ്റെപ്പ് ഡിസ്കണക്ട് ചെയ്ത് ഡിസ്പ്ലേ സേഫ് ആയിട്ട് തന്നെ നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി അത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ബാറ്ററി ബൾജായിരിക്കും. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സെല്ല് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ മദർ ബോർഡ് റിമൂവ് ചെയ്തിട്ട് DC പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുക. ട്രിഗർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈ ബൂട്ട് ആയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇത് സെക്കൻഡറി സെക്ഷൻ ഷോർട്ടാണ്. നമുക്ക് നേരെ തെർമലിൽ ഒന്ന് കണക്ട് ചെയ്യാം. തെർമലിൽ ഒരു സൈഡ് പൾസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ NAND AC സെക്ഷനിൽ ഷോർട്ടായിട്ടാണ് കാണുന്നത്. അതിൽ വരുന്നൊരു 3 വോൾട്ട് ലൈനിൽ വരുന്നൊരു കപ്പാസിറ്റർ ഉണ്ട്. അത് ഷോർട്ട് ആയതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും IC അല്ല, കപ്പാസിറ്റർ തന്നെയാണ്. നമ്മൾ കപ്പാസിറ്റർ നേരെ റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് DC പവർ സപ്ലൈ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് ട്രിഗർ ചെയ്ത് നോക്കാം. ഷോർട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആംബർ റൺ ആകുന്നത് നോർമൽ രീതിയിൽ. ഏകദേശം ഒരു 1 ആംബറോളം എടുത്തിട്ടുണ്ട്. 1 ആംബർ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. താഴെ പോയിന്റ് ചെറിയ ഡോട്ട് ഉണ്ട് ഡിസ്പ്ലേയിൽ. അപ്പോൾ കംപ്ലൈന്റ് ക്ലിയർ ആയിട്ടുണ്ട്. ഇതുപോലത്തെ വ്യത്യസ്തമായ പുതിയ വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കല്ലേ.